ലോക ജനസംഖ്യ നോക്കുമ്പോൾ ഇന്ന് 823 കോടിയിലധികം ജനങ്ങൾ ഭൂമുഖത്തുണ്ട്. ഈ 823 കോടി ജനങ്ങളിൽ ഏകദേശം 7% ആളുകൾ, അതായത് 50 കോടിയോളം ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ്. അവർ നിരീശ്വരവാദികളാണ്. ദൈവമില്ല എന്ന് പറയുന്നവരോ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരോ ഒക്കെയാണ്. എന്നാൽ ബാക്കിയുള്ള 93% ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പലവിധ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഓരോ രാജ്യത്തും ഓരോ വ്യത്യസ്തമായ നിലകളിലാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ചിലർ ബിംബാരാധികളായിട്ടുള്ളവരുണ്ട്, ചിലർ മനുഷ്യരെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ദൈവത്തെ ആരാധിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസം, അതായത് ഞായറാഴ്ച എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനയുടെ ഒരു ദിവസമാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ ആദിമസഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ആരാധനയ്ക്കായി കൂടി വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭ ദിവസം സഭകളെല്ലാം കർത്താവിനെ ആരാധിക്കുന്ന ശുശ്രൂഷകൾ നടത്തുന്നതായ തിരക്കിലാണ്. വിവിധ സഭകൾ വിവിധ നിലകളിൽ ആരാധിക്കുന്നവരായിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധന എന്ന് പറയുന്നത് എന്താണ്? ഏക സത്യ ദൈവത്തിൻ്റെ അരികിൽ വന്ന് ആ ദൈവത്തെ ആരാധിക്കുന്നതാണ് ആരാധന. ഏക സത്യ ദൈവം എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങൾ ചേർന്ന ത്രിയേക ദൈവമാണ് ഏക സത്യ ദൈവം എന്ന് തിരുവെഴുത്ത് നമ്മെ വളരെ കൃത്യമായി അറിയിക്കുകയാണ്. ഈ ദൈവം സകല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ അതുല്യനായ ദൈവമാണ്. അവിടുന്ന് ആദിയും അന്തവും ഇല്ലാത്തവനാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് അവിടുന്ന് ആരംഭിച്ചുവെന്നോ ഒരു പോയിന്റിൽ അവസാനിക്കുന്നുവെന്നോ പറയുവാൻ സാധ്യമല്ലാത്ത നിലയിൽ ആദിയും അന്തവും ഇല്ലാത്തവനാണ് ഏക സത്യദൈവം. സകല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാകയാൽ അവിടുത്തെ വലിപ്പത്തെ സംബന്ധിച്ചോ അവിടുത്തെ മഹത്വത്തെ സംബന്ധിച്ചോ നമ്മുടെ മാനുഷികമായ വാക്കുകളിൽ പറയുക അസാധ്യം തന്നെയാണ്. ഈ അഖിലാണ്ടം എന്ന് പറയുന്നത് തന്നെ അതിന് ഒരവസാനം നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരറ്റം നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് തന്നെ നിത്യമാണ്, നിത്യതയെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം എത്രമാത്രം വലിയവനാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ചെടുക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല. അത്രമാത്രം വലിയവനാണ് ഈ ദൈവം. ഒരു ദൈവമില്ലാതെ ഈ അഖിലാണ്ടത്തെ ഈ നിലയിൽ ക്രമീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് മാനുഷികമായ ചിന്തകളിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. ഉദാഹരണമായി, മനുഷ്യൻ്റെ പാർപ്പിനായി ദൈവം നിർമ്മിച്ചു നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. വേറൊരു ഗോളത്തിലും ഈ നിലയിലുള്ളതായ ക്രമീകരണങ്ങളില്ല. വെള്ളം തന്നെ എടുത്തു നോക്കുക. ഈ വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കുവാൻ സാധ്യമല്ല. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഗോളങ്ങളിലും ഈ നിലയിൽ വെള്ളമുള്ളതായി കാണുവാൻ സാധിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ സാന്നിധ്യം അന്വേഷിച്ച് പല ഗോളങ്ങളിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതേവരെ ഭൂമിയിലുള്ളതുപോലെയുള്ള വെള്ളം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിലെ ഭ്രമണം, ഭൂമിയുടെ 23.5 ഡിഗ്രി ചരിവ്, ഇതൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ദിനരാത്രങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ കാലങ്ങൾക്കും വേണ്ടി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ തന്നെയാണ്. അങ്ങനെ അഖിലാണ്ടത്തിന് വൃത്തം വരച്ച വലിയവനായ ദൈവം എത്രമാത്രം ഉന്നതനാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ വലിയവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ രൂപം എന്താണെന്നോ ആ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നോ ഒന്നും നമുക്ക് നേരിട്ട് ചെന്ന് കാണുവാൻ സാധ്യമല്ലാത്തത്ര വലിയവനാണ് ദൈവം. ഈ ദൈവത്തെ വാസ്തവത്തിൽ നമുക്ക് കാണിച്ചു തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവം സ്നേഹവാനാണെന്നും നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ പിതാവാം ദൈവം നമ്മെ കാണിച്ചു തന്നു. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. അപ്പോൾ ന്യായമായും ഒരു ചോദ്യം ചോദിക്കാം. ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് എങ്ങനെയാണ് ചെല്ലുവാൻ സാധിക്കുക? ഇത്രമാത്രം അതുല്യനായ, അത്യുന്നതനായ, സർവവ്യാപിയും സർവമഹത്വധാരിയും സർവശക്തനുമായ ഈ ദൈവത്തിൻ്റെ അരികിൽ കേവലം കൃമികീടങ്ങളാകുന്ന നമുക്ക് എങ്ങനെ അടുത്തു ചെല്ലുവാൻ സാധിക്കും? നാം എത്രയോ നിസ്സാരരാണ്.
നാം എത്രയോ കുറവുള്ളവരാണ്, എത്രയോ ബലഹീനതകളും എത്രയോ അയോഗ്യതകളും എല്ലാം നമ്മുടെ ഭാഗത്തുണ്ട്. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെ ഈ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുവാൻ സാധിക്കും? എബ്രായ ലേഖനകാരൻ നമ്മോട് പറയുന്നതായ കാര്യം ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ നമുക്കൊരു വഴി ദൈവം തുറന്നു തന്നിട്ടുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി അതിലൂടെ തുറന്നു തന്ന അനുഗ്രഹീതമായൊരു വഴിയിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ നമുക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു. എത്ര വിലയേറിയതായ ഒരു കാര്യമാണിത്! കർത്താവ് താൻ തന്നെ പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് നമ്മോട് തിരുവായി മൊഴിഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഏതൊരു മനുഷ്യനും പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ സാധിക്കുന്നു. 2 കാര്യങ്ങളാണ് ഈ വാക്യഭാഗങ്ങളിൽ കാണുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശീല 2ആയി ചിന്തി. നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് യെരുശലേം ദേവാലയത്തിലെ തിരശീല മേൽതൊട്ടടിയോളം 2ആയി ചീന്തിപ്പോയി എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തോടടുക്കുവാൻ കഴിയാതെ ദൂരവേ അകറ്റപ്പെട്ടിരുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദേഹമെന്ന തിരശീല 2ആയി ചിന്തിയതിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിലയേറിയ സത്യത്തെ വിളിച്ചറിയിക്കുന്ന സംഭവമാണ് അന്ന് നിറവേറിയത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ സാധിക്കുന്നു. എത്ര വലിയ കൊടും പാപിയായിരുന്നാലും അവൻ്റെ പാപത്തെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ നീതിയെ സംബന്ധിച്ചും വരുവാനുള്ള ന്യായവിധിയെ സംബന്ധിച്ചും നല്ല ബോധ്യമുണ്ടെങ്കിൽ അവൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തു അവൻ്റെ പേർക്ക് മരിച്ചുവെന്നും അവിടുത്തെ രക്തം അവന് വേണ്ടി മറുവിലയായി നൽകിയെന്നും വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് സ്വപുത്രത്വത്തിൻ്റെ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുന്നു. അതാണ് വാസ്തവത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്. ഈ ആരാധന ഊഹാപോഹങ്ങളിലുള്ള ആരാധനയല്ല, കെട്ടുകഥകളിൽ അധിഷ്ഠിതമായ ഒരു ആരാധനയല്ല. ആരാധിക്കുന്നവനെ അറിയുന്ന ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന അനുഗ്രഹീതമായ ആരാധനയാണ് ഈ ദൈവിക ആരാധന. വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി പറയലാണ്. നമ്മുടെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾ ഓർത്തുകൊണ്ട് വലിയവനായ ദൈവത്തിന് നന്ദി പറയുന്ന ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ആരാധന. ആരാധന വ്യക്തിപരമാണ്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നടക്കുന്ന ശുശ്രൂഷയാണത്. ആരാധനയുടെ ഏറ്റവും ഉന്നതമായ പടിയെന്ന് പറയുന്നത് നാം ഏകാഗ്രചിത്തരായിരുന്നു കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ ഓർമ്മ നൽകുന്ന അപ്പത്തിൽ നിന്ന് പങ്കാളികളായിത്തീരുകയും നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട പരിപാവനമായ രക്തത്തിൻ്റെ ഓർമ്മ നൽകുന്ന പാനപാത്രത്തിൽ നിന്ന് പങ്കാളികളായിത്തീരുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ വരവോളം അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ആരാധന. അഖിലാണ്ടം നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനും സർവവ്യാപിയും അതിഭയങ്കരനുമായ ദൈവത്തെ അടുത്ത് ചെന്ന് ആരാധിക്കുവാൻ കേവലം കൃമികീടങ്ങളാകുന്ന നമുക്ക് ലഭിച്ച വിലയേറിയ അനുവാദത്തിനും പദവികൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് കർത്താവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അവിടുത്തെ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.